വെൽക്കം ടു DG സൊല്യൂഷൻസ്. 10 കൊട്ട മണൽ എത്ര ക്യൂബിക് അടിയാണ് എന്നതാണ് ഇന്ന് അറിയേണ്ടതായിട്ടുള്ളത്. സാധാരണ സൈറ്റുകളിൽ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുമ്പോൾ മണൽ, മെറ്റൽ എന്നിവ കൊട്ടയിലാണ് അളന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കൊട്ട എത്ര ക്യൂബിക് അടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കണം. നിർമ്മാണ ആവശ്യങ്ങൾക്കായി മാർക്കറ്റിൽ അവൈലബിളായിട്ടുള്ള ഒരു കൊട്ടയുടെ അളവ് എന്ന് പറയുന്നത് 0.615 CFT അഥവാ ക്യൂബിക് അടി ആണ്. ഇത് സാധാരണയായി ഒരു ബാഗ് സിമൻറ്റിൻ്റെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. ഒരു ബാഗ് സിമൻറ്റ് എന്ന് പറയുമ്പോൾ 1.23 CFT ആണ്. അങ്ങനെ 1.23 CFT ഉള്ള ഒരു സിമൻറ്റ് ബാഗ് നമ്മൾ പൊട്ടിച്ച് കൊട്ടയിലേക്കിടുമ്പോൾ അത് 2 കൊട്ട നിറച്ചുണ്ടാകും. കൊട്ടയിലെ സിമൻറ്റ് നിറയ്ക്കുമ്പോൾ അത് കൊട്ടയുടെ മേൽനിരപ്പല്ല, മുകളിലേക്ക് ഇങ്ങനെ കൂട്ടി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അത് 2 കൊട്ടയിലുണ്ടാവും. അങ്ങനെ വരുമ്പോൾ ഒരു കൊട്ടയുടെ അളവ് എത്രയാണ്? ഒരു ബാഗ് സിമൻറ്റ് എന്ന് പറയുന്നത് 1.23 CFT ആവുമ്പോൾ അതിൻ്റെ നേരെ പകുതി ആയിരിക്കുമല്ലോ ഒരു കൊട്ടയിൽ കൊള്ളുന്നത്. 1.23 ഭാഗം 2 സമം 0.615 CFT അഥവാ ക്യൂബിക് അടി ആയിരിക്കും ഒരു കൊട്ടയുടെ അളവ്. ഒരു കൊട്ടയുടെ അളവ് 0.615 CFT ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അങ്ങനെയാണെങ്കിൽ 10 കൊട്ട മണൽ എന്ന് പറയുന്നത് എത്ര ക്യൂബിക് അടി ഉണ്ടാവും? 10 ഗുണം 0.615 സമം 6.15 ക്യൂബിക് അടി ആയിരിക്കും 10 കൊട്ട മണൽ. അതേപോലെ നമുക്കറിയാം, നമ്മൾ ചട്ടികളും സൈറ്റിൽ ഉപയോഗിക്കാറുണ്ട്. ഒരു ചട്ടിയുടെ അളവ് എന്ന് പറയുന്നത് 0.25 CFT ആയിരിക്കും. അതായത് ഏകദേശം 2.5 ചട്ടി ആയിരിക്കും ഒരു കൊട്ട എന്ന് പറയുന്നത്. കൃത്യമായി 2.5 ഉണ്ടാവുകയില്ല. കറക്റ്റ് 2.46 ചട്ടി ആയിരിക്കും ഒരു കൊട്ടയുടെ അളവായിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ബാഗ് സിമൻറ്റ് എന്ന് പറയുന്നത് എത്ര ചട്ടി ആയിരിക്കും? കൊട്ടയിൽ ഒരു ബാഗ് സിമൻറ്റ് 2 കൊട്ടയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ചട്ടിയിൽ വരുമ്പോൾ അത് 5 ചട്ടി ആയിരിക്കും. 5 ചട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ 0.25 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 1.25 CFT ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഭാഗം സിമൻറ്റ് എന്ന് പറയുന്നത് 1.23 CFT ആണ്. ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കുട്ടയും ചട്ടിയും തമ്മിലുള്ള അളവുകൾ ഇനി തെറ്റുകയില്ലല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുക.